സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി ദേവനോട് പറയണേ, അല്ല ദേവോ, നിനക്കറിയോ ഈ പൈസ എന്തിനാണെന്ന്? ഇതേ നാളെ രാവിലെ തന്നെ വക്കീലിന് വേണ്ടി കൊടുക്കാനാ. എന്തിനാ വക്കീലിന് പൈസ കൊടുക്കണമെന്നറിയോ? നിന്റെ പുന്നാര മോളുണ്ടല്ലോ രാധിക, അവൾക്കും വരണിനുമെതിരെ കേസ് കൊടുക്കാൻ. വരണിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ എന്നേക്കുമായിട്ട് പടിയിറക്കി വിടാനാ. നീ നോക്കിക്കോടാ, ഈ കേസിൽ ഞങ്ങൾ ജയിക്കും. വരണിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ എന്നേക്കുമായിട്ട് ഞങ്ങൾ പടിയിറക്കി വിടും. എന്നിട്ട് എൻ്റെ പ്രിയങ്കോളുണ്ടല്ലോ, അവൾ വരണിൻ്റെ ഭാര്യയായിട്ട് കണിമംഗലത്ത് ജീവിക്കും. അന്നേരം നിൻ്റെ പുന്നാര രാധിക ഈ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അന്നേരം പ്രിയങ്ക ചിരിച്ചുകൊണ്ട് പറയണേ, മുത്തശ്ശി അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയല്ലേ. ഇനിയൊരു അതെല്ലാം അധികം വൈകാതെ തന്നെ കൺമുമ്പിൽ കാണാനുള്ള കാഴ്ചകളല്ലേ. ഞാൻ ചോദിച്ച പണം എനിക്ക് തന്നില്ല, എനിക്ക് അവകാശം തന്നില്ല. പക്ഷേ ഇപ്പോൾ കണ്ടോ ഞാൻ പണം ഉണ്ടാക്കുന്നതും. പണം മാത്രമല്ല, പേരും പ്രശസ്തിയും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. അതേടാ ദേവ, നീ കാണ് എൻ്റെ പ്രിയങ്കമ്മോടെ വളർച്ച. അവളിതുപോലത്തെ 1-2 സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഇതിലും വലിയ ഓഫറായിരിക്കും എൻ്റെ മോളെ തേടി വരുന്നത്. ലക്ഷങ്ങളല്ല കോടികളായിരിക്കും പിന്നെ എൻ്റെ മോള് പ്രതിഫലം വാങ്ങാൻ പോകുന്നത്. ഇതെല്ലാം കണ്ട് നീ നിൻ്റെ ഭാര്യയൊക്കെ കണ്ണും തള്ളി നിൽക്കും. അന്നേരം പ്രിയങ്ക പറയണേ, ഞാൻ കൂടുതൽ പ്രശസ്തയായി കഴിയുമ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ എടുക്കാനും മറ്റുമായിട്ട് ആൾക്കാരുടെ നീണ്ട ക്യൂ തന്നെ ഉണ്ടാവും. അന്നേരം സിനിമാ നടിയായിട്ടുള്ള പ്രിയങ്കയുടെ അച്ഛനും അമ്മയും ആണെന്നും പറഞ്ഞ് അങ്ങോട്ടേക്കൊന്നും വരാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് പ്രിയങ്ക ദേവനോട് യശോദയോടും പറയണേ. അന്നേരം ദേവൻ പറയണേ, നീ വലിയ പ്രശസ്തിയാവുന്ന കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും അതിൻ്റെ പേരിൽ നിങ്ങളുടെ നീളായിട്ട് വരാൻ ഈ ദേവനെ യശോദേനെയും കിട്ടില്ല. പിന്നെ നിങ്ങൾ രാധയ്ക്കും വരനും എതിരെ കൊടുക്കാൻ പോകുന്ന കേസ്, നിങ്ങൾക്ക് എത്രയൊക്കെ സമ്പാദിക്കാം എന്ന് പറഞ്ഞാലും എത്രയൊക്കെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും ശരി, ദൈവത്തെ വിലക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ. സത്യം എപ്പോഴും രാധികയുടെ വരണിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവർ തോക്കാൻ പോയില്ല. ഇതിനു മുമ്പ് നിങ്ങൾ ഇതുപോലെ അവർക്ക് ഓരോ പണികൾ കൊടുക്കാൻ തുടങ്ങിയ നേരത്തൊക്കെ എന്താ സംഭവിച്ചതെന്നറിയാമല്ലോ. അതൊക്കെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ നല്ല വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോഴും തളരാതെ പിടിച്ചു നിൽക്കുന്നത്. ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങളുടെ രാധിക മോൾക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. അവളെ ചതിക്കാനും കിണിപ്പെടുത്താൻ നോക്കുന്ന നിങ്ങൾക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. താൻ വാടോ യശോദേ. അങ്ങനെ പറഞ്ഞ യശോദനെയും കുട്ടി ദേവൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, ദേവന് പിടിച്ചിട്ടില്ല അവളെക്കുറിച്ച് പറഞ്ഞത്. അതാ നമ്മളെ തളർത്താനായിട്ട് ഓരോന്നിങ്ങനെ പറയുന്നത്. നീ കാര്യമൊക്കെ ഉണ്ട് മോളെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. അതിൻ്റെ മുന്നോടിയാണ് ഈ പണം കിട്ടിയത്. ഇത്രയും പണമൊക്കെ ദേവനെ കൊണ്ട് ഈ ജന്മം വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമോ? അതിൻ്റെ കുശുമ്പോ അസൂയൊക്കെയുണ്ടവന്. അല്ല മുത്തശ്ശി, നാളെ തന്നെ ഈ പണം വക്കീലിന് കൊടുക്കില്ലേ? പിന്നെ അല്ലാതെ, അതിനുവേണ്ടിയല്ലേ മോളെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നത്. നീ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ആ രാധിക വരണിൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങിപ്പോവും. ആ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പിന്നീട് കാണിക്കുന്നത് രാധികയുടെ വരൻ്റെ റൂമാണ് കേട്ടോ. ഈ സമയം വരുൺ കിടന്നുറങ്ങുമായിരിക്കും. അന്നേരം രാധികയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചും ഓരോ ആൾക്കാർ ശ്യാമമ്മയോടും താനും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് പറഞ്ഞതും നിങ്ങൾ അമ്മയും മോളുമാണോ എന്നൊക്കെ ചോദിച്ച കാര്യവും അതിനെല്ലാം കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. വരുൺ ഈ സമയം ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ചുമ്മാ ഉറക്കം നടിച്ച് രാധികയെ പറ്റിക്കാനായിട്ട് കിടക്കുവാണ്. ഈ സമയം രാധയ്ക്കാണെങ്കിൽ ഒരു സമാധാനമില്ല. ഇങ്ങനെ ഉറങ്ങി കിടക്കുന്ന വരുണിനെ നോക്കുവാണ്. എന്നിട്ട് വരുണിനെ വിളിച്ചെണീപ്പിക്കുക. വരുൺ ഒന്ന് എണീറ്റേ. എന്താടോ, എന്താ എന്നെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? അല്ല വരുൺ, അന്ന് വരുൺ എന്നോട് ചോദിച്ചില്ലേ ശരിക്കും ശ്യാമ മേഡത്തിൻ്റെ മോളാണോ ഞാനെന്ന്? അന്ന് ഞാൻ അതൊന്നും സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് നിർത്തിക്കളഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ശരിക്കും വരുണെന്ന് അങ്ങനെ ചോദിച്ചത്? വരുണിന് എന്തെങ്കിലും സംശയമല്ലോ തോന്നിയോ? അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അതുകൊണ്ടാണോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഓർക്കുന്നില്ലല്ലോ. ഉണ്ട് വരുൺ, നല്ലപോലെ ഓർത്തു നോക്ക്. എടോ, അത് പിന്നെ എല്ലാവരും താനും ശ്യാമമ്മയോട് ഒരുപോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അത് കാരണം ഞാനും അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. മാത്രമല്ല, ഞങ്ങളെ കാണുന്ന എല്ലാവരും ചോദിക്കുക നിങ്ങൾ അമ്മയും മോളുമാണോ എന്ന്. ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരും തമ്മിൽ ഇത്ര സാമ്യമൊക്കെ ഉണ്ടാകുമോ? എടോ, ചിലപ്പോൾ ഉണ്ടാകുമോ? ഒരാളെപ്പോലെ 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. ഓ പിന്നെ അങ്ങനെയാണെങ്കിൽ വരുണിനെ പോലെയുള്ള ആ 7 പേരും ഒന്ന് കാണിച്ചതന്നെ, എനിക്കൊന്ന് കാണാനാ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പഴഞ്ചൊല്ലും കൊണ്ട് വരുന്നത്. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. വരുൺ എന്തേലുമൊക്കെ ഒന്ന് പറ. എടോ, തനിക്ക് ഉറക്കം വരുന്നില്ലേ? താൻ കിടന്നുറങ്ങിക്കേ. എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടക്കാൻ പോകുക. വരുൺ, എന്താ ഇത്? ആലോചിക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ കൂടെ കുറച്ച് നേരം ഒന്നിരുന്നൂടെ? പിന്നെ എന്താ, എനിക്ക് ഭ്രാന്തുണ്ടോ? വേണമെങ്കിൽ താൻ നേരം വിളിക്കുന്നത് വരെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നോ? ഞാൻ കിടന്നുറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞ് വരുൺ വീണ്ടും കിടക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ വരുണിനോട് പിണങ്ങി ദേഷ്യത്തിൽ വീണ്ടും എടുത്തിങ്ങനെ ആലോചിക്കുവാണല്ലോ. അന്നേരം ഇതെല്ലാം കണ്ട് ചിരിച്ച് ഇടം കണ്ടിട്ട് നോക്കി ചിരിക്കുവാണ് വരുൺ.
പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വക്കീലിനെ കാണാനായിട്ട് വക്കീൽ ഓഫീസിലെത്തുന്ന സുകുമാരിനെയാണ്. സുകുമാരി അങ്ങനെ വക്കീലിന് പറഞ്ഞ 5 ലക്ഷം രൂപയും കൈമാറുവാണ് കേട്ടോ. ദേ വക്കീലെ, ഈ സുകുമാരി പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ അത്രയും തുക തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കേസൊക്കെ തുടങ്ങാമല്ലോ. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലോ. സുകുമാരി അമ്മയുടെ ആവശ്യം എന്താണ്? രാധികയും വരുണും തമ്മിൽ വേർപിരിക്കണം. രാധികയെ എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കി വിടണം. പിന്നീട് വരുണും പ്രിയങ്കയെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. ഈ 2 കാര്യങ്ങൾ ഞാൻ നേടിത്തന്നിരിക്കും. വരുണും പ്രിയങ്കയും തമ്മിൽ നിയമപരമായ വിവാഹം നടത്തിയതുകൊണ്ട് തന്നെ രാധികയെ നമുക്ക് എളുപ്പത്തിൽ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റും. അതിനുശേഷം പ്രിയങ്കയെ വരുണിന് ഭാര്യയായിട്ട് അംഗീകരിക്കേണ്ടിയും വരും. അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ നമുക്ക് പുഷ്പം പോലെ നേടിയെടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ വരുണും പ്രിയങ്കയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കേണ്ടത് അത് അവരുടെ കാര്യമാണ്. അതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇടപെടാനോ എനിക്കതിൽ എന്തെങ്കിലും ചെയ്യാനോ പറ്റില്ല. അത് അവരുടെ മനസ്സിൻ്റെ താല്പര്യമാണ്. ഈ സമയം സുകുമാരി പറയണേ, വക്കീൽ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്താൽ മാത്രം മതി. പിന്നെ ആദ്യം കുറച്ച് പ്രശ്നങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ആദ്യം ഒരു 3-4 ദിവസം പരസ്പരം മുഖം തിരിച്ചിരുന്നു എന്നിരിക്കും. പിന്നെ അതൊക്കെ അങ്ങ് പരിഹരിക്കപ്പെട്ടോളൂ എന്നല്ലേ. ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുള്ളതാണ്. എല്ലാം പതിയെ അങ്ങ് പൊരുത്തപ്പെട്ടു പൊക്കോളും. അന്നേരം വക്കീൽ പറയണേ, സത്യം പറയാലോ എൻ്റെ മുമ്പിൽ പലരും വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അന്നേരം സുകുമാരി പറയണേ, എൻ്റെ പൊന്ന് സാറേ, ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. കുറേ കാര്യങ്ങൾ കൺമുമ്പിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നേടിയെടുക്കാനായിട്ട് ഈ സുകുമാരിക്ക് നല്ലപോലെ അറിയാം. പിന്നെ ഇപ്പം എൻ്റെ പ്രിയങ്കമോളുണ്ടല്ലോ, സിനിമാ നടിയാണ്. സാർ ധൈര്യമായിട്ട് ഈ കേസിൻ്റെ പിന്നാലെ പൊക്കോ. സാർ ചോദിക്കുന്നത് എത്ര തുകയാണെങ്കിലും ഞങ്ങൾ തന്നോളാം. പക്ഷേ സാർ എനിക്കൊരു വാക്ക് തരണം, ഈ കേസിൽ നമ്മൾ ജയിക്കണം. അക്കാര്യത്തിന് ഞാൻ ഗ്യാരണ്ടിയാണ്. നമ്മളത് ജയിച്ചിരിക്കും. അങ്ങനെ അതെല്ലാം കേട്ട സന്തോഷത്തോടെ സുകുമാരി അവിടെ നിന്ന് ഇറങ്ങുവാണ്. അന്നേരം ഒരിക്കും ആരതിയും ഒരു അസിസ്റ്റൻ്റ് വക്കീലും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് സുകുമാരി കാണുന്നത്. ഈ സമയം സുകുമാരി ആരതിൻ്റെ അരികിലേക്ക് ചെന്നൊന്ന് വെല്ലുവിളിക്കുവാണ്. മുത്തശ്ശി പറയാനാണ്, അതെ വക്കീൽ, ഓർമ്മയുണ്ടോ എന്നെ? ഞാൻ എന്തിനാ ഇവിടെ വന്നതെന്നറിയോ? നമ്മുടെ വരുണും പ്രിയങ്കയും തമ്മിലുള്ള കേസുണ്ടല്ലോ, അതിൻ്റെ കാര്യങ്ങൾ വക്കീലിനോട് പറയാനാണ്. അധികം വൈകാതെ തന്നെ കേസ് തുടങ്ങും. അല്ല, കുറച്ച് നാൾ മുമ്പ് ഒരു കേസിന് വേണ്ടിയിട്ട് ആരതി വക്കീൽ എന്നെ നിർത്തിപ്പൊരിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്നെ നിങ്ങളൊന്ന് കോടതിൻ്റെ ഉള്ളിൽ കയറ്റി വെള്ളം കുടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്താണെങ്കിലും ഈ കേസിൽ വരുണും രാധികയ്ക്കും വേണ്ടി നിങ്ങളായിരിക്കുമല്ലോ വാദിക്കാനെത്തുന്നത്. ഈ കേസ് നിങ്ങളൊന്ന് ജയിച്ച് കാണിക്ക്. അങ്ങനെയാണെങ്കിൽ ആരതി വക്കീലിൻ്റെ സാമർത്ഥ്യം ഞാൻ സമ്മതിച്ചു തരാം. അധികം വൈകാതെ തന്നെയുണ്ടല്ലോ ഞങ്ങളുടെ വക്കീൽ കേസ് കോടതിയിലെത്തിക്കും. എന്നിട്ട് രാധികേനെ എന്നേക്കുമായിട്ട് വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കിവിടും. പിന്നീട് എൻ്റെ പ്രിയങ്കയായിരിക്കും വരുണിൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോകുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആരതി വക്കീലിനെന്താ നാവില്ലേ പറയാൻ തിരിച്ചൊന്നും? അല്ലെങ്കിൽ തന്നെ എങ്ങനെ പറയും? ന്യായം മുഴുവൻ ഈ സുകുമാരിയുടെ ഭാഗത്താണല്ലോ. അതെ, നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? മാഡത്തിന് പോകണം എന്ന് അസിസ്റ്റൻ്റ് പറയുക. അത് കേട്ടിട്ട് സുകുമാരി ചോദിക്കണേ, അയ്യോടി അതിനിവളാരാ, തമ്പുരാട്ടിയോ? ഈ സുകുമാരി എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നീയല്ല കേട്ടോ. അന്നേരം സുകുമാരിയോട് ആരതി പറയണേ, അതെ സുകുമാരിയമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. വരുണിൻ്റെ രാധികയ്ക്കും വേണ്ടി ഈ കേസ് എടുക്കാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾ മുമ്പ് ഞാൻ പ്രതിക്കൂട്ടി നിർത്തി നിങ്ങളെ നിർത്തിപ്പൊരിച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ സമ്മതിച്ചു. എൻ്റെ ഹിയറിങ്ങിൽ നിങ്ങളിൽ നിന്ന് കുറച്ച് പോയിന്ന്. അന്നും ഇതേപോലെ കോടതി കയറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലത്തെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു നിങ്ങൾക്കും പ്രിയങ്കയ്ക്കും ഉണ്ടായത്. എന്നാൽ എൻ്റെ ഒരൊറ്റ ഹിയറിങ്ങിൽ തന്നെ എല്ലാം പോയില്ലേ? നിങ്ങളിപ്പോൾ വെല്ലുവിളിച്ചല്ലോ. നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുവാണ്. നിങ്ങൾ വരുണിൻ്റെ രാധികയ്ക്കെതിരെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ അവർക്കെതിരെയുള്ള നിങ്ങളുടെ ഈ കേസുണ്ടല്ലോ, അതിൽ ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കും. ഈ കോടതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് തന്നെ സത്യമാണ്. ആ സത്യം വരുണിൻ്റെ രാധികയുടെ ഒപ്പമാണ്. അങ്ങനെയുള്ളപ്പോൾ അവസാന വിജയം അവർക്ക് തന്നെയായിരിക്കും. ട്രൂത്ത് വിൻ ഓൾവേസ്. അന്നേരം സുകുമാരിയുടെ എന്തോന്നാ. ഈ സമയം ആരതി ഒന്നും പറയാതെ തിരിച്ചു പോകുവാണ്. ഈ സമയം സുകുമാരി പറയണേ, എന്നാലും അവൾ ലാസ്റ്റ് ഇംഗ്ലീഷിൽ എന്തായിരിക്കും പറഞ്ഞത്? എന്തോലും ആവട്ടെ, ഇതുപോലെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോൾ അല്ലെങ്കിലും എല്ലാവരും ഇംഗ്ലീഷ് ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ആരതി നേരെ ശ്യാമയുടെ അരികിലേക്ക് എത്തുന്നതാണ്. ഈ സമയം അമൃതയും അങ്ങോട്ടേക്ക് വരും. എന്തു പറ്റി? എന്താ മോളെ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത്? മോൾ കോടതിയിലേക്ക് പോയതല്ലേ? അതേ ചെറിയമ്മേ, അവിടെ വെച്ച് ആ സുകുമാരി അമ്മേനെ കണ്ടു. അവർ വരുണിനും രാധികയ്ക്കും എതിരെയുള്ള കേസ് കൊടുക്കാനായിട്ട് ആ വക്കീലിനെ കാണാൻ വന്നതാ. എൻ്റെ അസിസ്റ്റൻ്റ് വഴിയാണ് ഞാൻ അറിഞ്ഞത്. അയാൾക്കുള്ള അഡ്വാൻസ് കൊടുത്തു. അയാൾക്ക് ആ പണം കൊടുക്കാതിരിക്കാനാണല്ലോ പ്രിയങ്കയുടെ സ്വർണം കണ്ണുമകൾ തിന്ന് കൊടുക്കരുതെന്ന് ഞാൻ രാധികയെ വിളിച്ച് പറഞ്ഞത്. പക്ഷെ അവർ എങ്ങനെയോ പണം സംഘടിപ്പിച്ചു. മോളെ, ആ കേസിലൂടെ വരുണിനും രാധികയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അങ്ങനെ ചോദിച്ചാൽ കേസ് കുറച്ച് ബലത്തിൽ തന്നെയാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്.
ഞങ്ങൾ വക്കീലന്മാർ കേസ് ജയിക്കുന്ന വശം മാത്രമല്ല തോക്കുന്ന വശവും കൂടി ആലോചിക്കും. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് ഏത് വിധേനയും ജയിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി വാദിക്കുന്ന കേസാണ്. ഈ സമയം ഷാമ ആരതിനെയും കൂട്ടി നേരെ ചെല്ലുന്നത് പൂജാമുറിയിലേക്കാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണേ, ഭഗവാനെ, എൻ്റെ രാധിക മോള് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷപ്പെട്ടിട്ടുള്ളതാ. അവളും വരുണും കൂടി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവരെ തമ്മിൽ പിരിക്കാനായിട്ട് ഓരോ ശത്രുക്കൾ ഓരോ പണിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുണും രാധയ്ക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുക. ആ സുകുമാരിയും പ്രിയങ്കയും ചേർന്നിട്ട് അവർക്ക് വേണ്ടി വാദിക്കുന്നത് ആരതിയാണ്. ആരതി മോള് ഈ കേസിൽ ജയിക്കണം. അതിലൂടെ എൻ്റെ മോളും വരുണും ജയിക്കണം. ഈ കേസിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ഞാൻ തല തെളിച്ചാകും. അല്ലാതെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മോള് ഇനിയും വിഷമിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ് ശ്യാമ സങ്കടത്തോടെ കാലുകൾ കൂപ്പിക്കൊണ്ട് ഭഗവാന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം കൃഷ്ണൻ്റെ കഴുത്തിലിട്ടിരുന്ന മാലയുണ്ടല്ലോ, അത് ശ്യാമയുടെ കയ്യിലേക്ക് വന്ന് വീഴുവാണ് കേട്ടോ. അതുകൊണ്ട് ആരതിയും അമൃതയും എല്ലാവരും അമ്പരന്ന് പോകുക. ഈ സമയം ശ്യാമ സന്തോഷത്തോടെ ആ മാല പിടിച്ച് പറയണേണ്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് മോളെ, എൻ്റെ മോള് ജയിക്കും. അതിൻ്റെ സൂചനയാണ് ഭഗവാൻ തന്നത്. അത് ആരതി മോളെ. ശ്യാമയ്ക്ക് ഇതിനു മുമ്പും ഭഗവാൻ ഇങ്ങനെ ഇടയ്ക്ക് മനസ്സിലടർന്ന് നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചില സൂചനകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സത്യമായിട്ടും വന്നിട്ടുണ്ട്. ഭഗവാനെ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ ശ്യാമ. പിന്നീട് കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അവിടെ ആ ഹീറോയിൻ പെണ്ണിന് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് ഒരു ജ്യൂസൊക്കെ കൊടുക്കുവാണ്. അതുകൊണ്ട് സുകുമാരി ആ പയ്യനെ ഇങ്ങോട്ട് വിളിപ്പിക്കുക. ഡാ പയ്യ, ഇങ്ങോട്ട് വന്നേ. അതെ, എനിക്കൊരു പേരുണ്ട്. ഓ, അതെന്തേലും ആവട്ടെ. നീയേ അവൾക്കിപ്പോൾ എന്ത് ജ്യൂസാണ് കൊടുത്തത്? അത് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസാ. ഓ, അങ്ങനെയാണോ? എന്നാലേ അവൾക്ക് കൊടുത്ത അതേ ജ്യൂസ് തന്നെ നീ എൻ്റെ പ്രിയങ്ക മോൾക്ക് കൊണ്ടുപോകാം. അതെ, ഉണ്ടെങ്കിൽ മതി കേട്ടോ എന്ന് പ്രിയങ്ക പറയുന്നുണ്ട്. ഈ സമയം അയാൾ ജ്യൂസ് എടുക്കാൻ പോകുവാണ്. എന്നിട്ട് ജ്യൂസ് ഒരു ഗ്ലാസ്സിലെടുത്തുകൊണ്ട് വരുക. അന്നേരം മുത്തശ്ശി വരണേ, അല്ല ഇതെന്താ ഈ ഗ്ലാസ്സിൽ? അവൾക്ക് കൊടുത്ത അതേ ഗ്ലാസ് തന്നെ എനിക്കും വേണം. നീ പോയി ആ ഗ്ലാസ്സിലെടുത്തിട്ട് വാ. അതെ, ഇപ്പോൾ ഈ ഗ്ലാസ്സേ ഉള്ളൂ, നിങ്ങൾ പറ്റുമെങ്കിൽ കുടിച്ചാൽ മതി. അത് കൊള്ളാം, പറ്റുമെങ്കിൽ കുടിച്ചാൽ മതിയെന്നോ? നീ ഇവിടുത്തെ ജോലിക്കാരനല്ലേ, അപ്പോൾ പറയുന്ന ജോലി ചെയ്യണം. അവൾക്ക് മാത്രം എന്താ ഇവിടെ പ്രത്യേകത? ഈ സമയം ഷർത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ, എന്താ പ്രശ്നം? പ്രിയങ്കേ, എന്താ ഇതൊക്കെ? അന്നേരം മുത്തശ്ശി പറയണേ, നീ എന്താണ് നോക്കി നിൽക്കുന്നത്? പോയി എടുത്തിട്ട് വരാൻ. അതെ, നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് കുടിച്ചാൽ മതി. ദേ, കൂടുതൽ എന്നെ ഭരിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ ഞങ്ങളുടെ സംഘടനയെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. പിന്നീട് നിങ്ങളുടെ മോൾക്ക് ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ആ ജ്യൂസ് അവിടെ വെച്ചിട്ട് അയാൾ അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ശരത്ത് പറയണേ, എന്താ മുത്തശ്ശി കാണിക്കുന്നത്? അവർക്ക് വലിയ സംഘടനകളൊക്കെ ഉള്ളതാ. അതിൽ കേസ് കൊടുത്താലേ പിന്നെ പ്രിയങ്കയുടെ ഭാവിയായിരിക്കും പോകാൻ പോകുന്നത്. ഓ, അവൻ്റെ ഒരു സംഘടന, ആ സംഘടന തന്നെ ഇല്ലാതാക്കാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനിട്ടും ആ സംഘടനക്കിട്ടും ഒരു പണി കൊടുക്കണം. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് ഇവിടെ നിന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് ഇറക്കി വിടുമെന്നുള്ള ടെൻഷനിൽ ഭയന്നിരിക്കുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമയുടെ വീട്ടിൽ വന്ന വരുണും ആരതിയും അതുപോലെ ശ്യാമയും അമൃതയൊക്കെ ചേർന്ന് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി കൊടുത്തിരിക്കുന്ന ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശ്യാമയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്നും മാധ്യമങ്ങളോടും അതുവഴി ലോകത്തോടും മുഴുവനും വിളിച്ചു പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചും അവർ ഡിസ്കസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ തൻ്റെ ജീവിതകഥ പറയാൻ പോകുകയാണെന്നുള്ള ചില ന്യൂസൊക്കെ പുറത്തു വന്നിട്ടുണ്ടാകും ഇതിനോടകം തന്നെ. അന്നേരം പറഞ്ഞേ, എന്താണെങ്കിലും ആ ഒരു കാര്യം പുറത്തു വരുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ രാധികയുടെ മനസ്സിൽ തന്നെ അമ്മ ചുമ്മാ അങ്ങ് വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ലെന്നും തൻ്റെ അമ്മ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും എത്രയാണെന്ന് നോക്കിയേ. അയാളുടെ മനസ്സിൽ കയറി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അയാളുടെ മനസ്സിന് കുറച്ചുകൂടി എളുപ്പമുണ്ടാകും. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കോട്ടോ രാധിക ഫിദേനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നത് വരുൺ കാണുന്നത്. അങ്ങനെ ഗേറ്റ് കടന്നു വരുന്ന രാധികയെ കാണുന്നതും വരുൺ വേഗം തന്നെ അകത്തേക്ക് ഓടുക. തൽക്കാലം നമ്മൾ ഒരുമിച്ച് അയാൾ ഇവിടെ കാണണ്ട എന്നും പറഞ്ഞ് അകത്ത് അടുക്കളേൻ്റെ അവിടെ ഫ്രിഡ്ജിൻ്റെ അടുപ്പ് മറിഞ്ഞു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം രാധിക ഫിദ മാഡത്തോട് ചോദിക്കണേ, ഫിദ മാഡം, ശ്യാമ മാഡത്തിൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് മാഡത്തിനറിയോ? അത് ശ്യാമ മാഡം തന്നെ വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് പറയുന്ന ഒരു ന്യൂസ് കേട്ടു. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ രാധിക സംസാരിക്കുന്നുണ്ട്. പിന്നീട് രാധികയ്ക്ക് എന്തോ ഒരു സംശയം തോന്നിയിട്ട് രാധിക അടുക്കളയിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയെല്ലാം ചുറ്റും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്